9 to 12 മന്തൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു നിൽക്കാനൊക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള പുഷ് വാക്കേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ വാക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ബാലൻസും അതുപോലെ തന്നെ ക്രൂയിസിങ് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നടക്കാൻ വേണ്ടിയിട്ടുള്ളത് അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു ടൈമിൽ നമ്മൾ ഈ പുഷ് വാക്കർ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള 3 വീലുള്ള വാക്കേഴ്സ് യൂസ് ചെയ്താൽ മതി. റൗണ്ട് വാക്കേഴ്സ് അത്ര സജസ്റ്റ് ചെയ്യുന്നതല്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ബോർഡ് ബുക്കുകൾ, ഈ ടച്ച് ആൻഡ് ഫീൽ ബുക്ക്. അപ്പോൾ അതിൻ്റെ കൂടാതെ നമുക്ക് കട്ടിയുള്ള പേജുള്ള ബോർഡ് ബുക്സുകളും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഏർലി ലാംഗ്വേജിന് വേണ്ടി ഇമിറ്റേഷൻ, ജോയിൻ്റ് അറ്റൻഷൻ, 1-to-1 ഇൻട്രാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഷേപ്പ് സോർട്ടേഴ്സ്. അപ്പോൾ കുട്ടികൾക്ക് ഈ ടൈമിൽ ജസ്റ്റ് പ്രോബ്ലം സോൾവിങ് ഒരു ടോയ് വെച്ചിട്ട് തന്നെയാണെങ്കിലും പല ഡിഫറെൻറ്റ് രീതിയിൽ കളിക്കാനൊക്കെ ശ്രമിക്കും. ഷേപ്പ് സോർട്ടേഴ്സ് പോലെയുള്ള ടോയ്സുകളും യൂസ് ചെയ്യാവുന്നതാണ്. ഈ കപ്പുകൾ, സ്പൂണ്, അതുപോലെയുള്ള പ്ലേറ്റുകളൊക്കെ വെച്ചിട്ട് കളിക്കാനൊക്കെ കുട്ടികൾ താല്പര്യം കാണിക്കാറുണ്ട്. അപ്പം ഈ ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ച് അല്ലെങ്കിൽ ചീർപ്പുകളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ യൂസ് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ചെയ്യുന്നത് കണ്ട് അതുപോലെ കുട്ടി ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത് ചെറിയ രീതിയിൽ ഒരു സിംബോളിക് പ്ലേ ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ മെയിനായിട്ടും പുഷ് വാക്കേഴ്സ്, പിന്നെ ബോർഡ് ബുക്ക്, അടുത്തതായിട്ട് ഷേപ്പ് സോർട്ടേഴ്സും, അങ്ങനെ ഈ 3 രീതിയിലുള്ള ടോയ്സുകൾ യൂസ് ചെയ്യാം. പിന്നെ കൂടുതലായിട്ടും ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ടോയ്സിനേക്കാളും കുട്ടി ചെയ്യുമ്പോൾ ഒരു റിയാക്ഷൻ വരുന്ന പോലത്തെ ടോയ്സുകൾ വേണം കൂടുതലായിട്ട് യൂസ് ചെയ്യാം. കുട്ടീൻ്റെ ടൈം എന്ന് പറയുന്നത് ടോയ്സ് ഓറിയൻറ്റഡ് മാത്രമല്ലാണ്ട് വീട്ടിലുള്ള എല്ലാവരും കുട്ടീൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നതും ഫ്ലോർ ടൈമും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ പ്ലേയും ഇൻക്ലൂഡ് ചെയ്യണം.